നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വൻ കഞ്ചാവ് വേട്ട. 7.5 ലക്ഷം രൂപ വിലമതിക്കുന്ന കഞ്ചാവാണ് ഷൊർണൂർ റെയിൽവേ പോലീസ് സ്റ്റേഷൻ SI അനിൽ മാത്യുവും സംഘവും പിടിച്ചെടുത്തത്. ഓണത്തിന്റെ ഭാഗമായി അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് തീവണ്ടി മാർഗം കഞ്ചാവ് കടത്തുന്നുണ്ടെന്ന് റെയിൽവേ DYSP സുരേഷ് കുമാറിനും CI PV രമേശ് കുമാറിനും ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് ഷൊർണൂർ SI അനിൽ മാത്യുവും സംഘവും ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മംഗലാപുരം നേത്രാവതി എക്സ്പ്രസിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിൽ നിന്നാണ് ആളില്ലാത്ത നിലയിൽ 2 ബാഗുകളിലായി 12 കിലോ 275 ഗ്രാം തൂക്കം വരുന്ന കഞ്ചാവ് കണ്ടെത്തിയത്. പോലീസിന്റെ പരിശോധന മനസ്സിലാക്കിയതിനെ തുടർന്ന് പ്രതികൾ ബാഗ് ഉപേക്ഷിച്ചു പോയതാണ് എന്നാണ് നിഗമനം. ഇതുവരെ നടത്തിയ കഞ്ചാവ് വേട്ടയിൽ ഏറ്റവും കൂടുതൽ തൂക്കം വരുന്ന കഞ്ചാവാണ് ലഭിച്ചതെന്ന് SI അനിൽ മാത്യു പറഞ്ഞു. 23/9/2024 തീയതി നേത്രാവതി ട്രെയിൻ ചെക്ക് ചെയ്തപ്പോൾ ജനറൽ കോച്ചിൽ നിന്ന് 12.275 കിലോ തൂക്കം വരുന്ന കഞ്ചാവിൻ്റെ പൊതികളാണ് കണ്ടത്. നമ്മൾ ഈ ഓണത്തോടനുബന്ധിച്ച് ചെക്ക് ചെയ്തപ്പോൾ സാധാരണ ലെവലിൽ ലിക്കർ കിട്ടാറുണ്ട്. ഒപ്പം തന്നെ ഇന്നിപ്പോൾ കഞ്ചാവാണ് ലഭിച്ചിട്ടുള്ളത്. വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ പരിശോധന നടത്തുന്നത്. ഈ അടുത്ത കാലത്ത് പിടിച്ചതിൽ ഏറ്റവും വലിയ കഞ്ചാവ് വേട്ടയാണ് ഇന്ന് നടത്തിയത്. പ്രതികളെ പറ്റി വല്ല സൂചന എന്തെങ്കിലും? പ്രതികളെക്കുറിച്ച് ഇതുവരെ ഒന്നും സൂചന കിട്ടിയിട്ടില്ല. അന്വേഷണം നടക്കാൻ. സംഘത്തിനൊപ്പം പോലീസ് ഓഫീസർമാരായ ഗോകുൽദാസ്, മുഹമ്മദ് ലത്തീഫ്, ധർമ്മചന്ദ്രൻ, സുരേഷ്, ശ്രീജ രാജു എന്നിവരും ഉണ്ടായിരുന്നു. പ്രതിക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. CCTV ന്യൂസ് തളി. ഓട്ടത്തിനിടെ സ്കൂൾ ബസിന്റെ പിൻചക്രം ഊരിത്തെറിച്ചു. അപകടം ഒഴിവായത് തലനാരിഴയ്ക്ക്. കുട്ടനാട് അല്ലമീൻ സെൻട്രൽ സ്കൂളിന്റെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. സംഭവത്തിൽ ആർക്കും പരിക്കില്ല. പെരിങ്ങോട് ചാലിശ്ശേരി റോഡിൽ തിങ്കളാഴ്ച രാവിലെ 9 മണിയോടെയായിരുന്നു അപകടം. 16ഓളം വിദ്യാർത്ഥികളാണ് ബസ്സിലുണ്ടായിരുന്നത്. വിദ്യാർത്ഥികളെ വീടുകളിൽ നിന്നെടുത്ത് സ്കൂളിലേക്ക് കൊണ്ടുപോകും വഴിയായിരുന്നു അപകടം. ഓട്ടത്തിനിടെ ബസിന്റെ പിൻചക്രം വാഹനത്തിൽ നിന്നും പൂർണ്ണമായി വേർപെടുകയായിരുന്നു. ഉടൻ തന്നെ ഡ്രൈവർക്ക് വാഹനം നിയന്ത്രിച്ച് നിർത്താനായതിനാൽ വൻ അപകടമാണ് ഒഴിവായത്. ബസ്സിന് വേഗത കുറവായതിനാലാണ് മറ്റു കുഴപ്പങ്ങളൊന്നുമില്ലാതെ വാഹനം നിയന്ത്രിച്ച് നിർത്താൻ സാധിച്ചതെന്ന് നാട്ടുകാർ പറഞ്ഞു. മോട്ടോർ വാഹന വകുപ്പ് ഫിറ്റ്നസ് നൽകിയ ബസ് അപകടത്തിൽപ്പെട്ടതിനെക്കുറിച്ച് മോട്ടോർ വാഹന വകുപ്പ് വിശദ പരിശോധന നടത്തുമെന്നാണ് ലഭിക്കുന്ന സൂചന. ബസ്സിലുണ്ടായിരുന്ന വിദ്യാർത്ഥികളെ പിന്നീട് മറ്റൊരു ബസ്സിൽ കയറ്റിയാണ് സ്കൂളിലെത്തിച്ചത്. CCTV ന്യൂസ് തൃത്താല. ആനക്കര പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞുകൊടുക്കാമെന്ന ധാരണ പാലിക്കാത്ത സാഹചര്യത്തിൽ പ്രസിഡന്റിനെതിരെ കോൺഗ്രസ് മെമ്പർമാർ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. കോൺഗ്രസിന്റെ ജില്ലാ സംസ്ഥാന നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടും ആനക്കര പഞ്ചായത്ത് പ്രസിഡന്റായ K മുഹമ്മദ് രാജിവെക്കാത്ത സാഹചര്യത്തിലാണ് അവിശ്വാസത്തിലൂടെ പുറത്താക്കാനുള്ള നീക്കം ആരംഭിച്ചത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആനക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഭൂരിപക്ഷം മെമ്പർമാരുടെ പിന്തുണ ഇല്ലാതിരുന്നിട്ടും സീനിയോറിറ്റി പരിഗണിച്ച് ആദ്യ 40 മാസത്തേക്ക് K മുഹമ്മദിനെയും പിന്നീടുള്ള കാലയളവിലേക്ക് T സാലിഹിനെയും തീരുമാനിച്ച് തൃത്താല മണ്ഡലം കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയ കമ്മിറ്റി തീരുമാനിക്കുകയും ഇരുവരും അത് സമ്മതിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കാലാവധി കഴിഞ്ഞിട്ടും K മുഹമ്മദ് സ്ഥാനമൊഴിയാത്തതിനാലാണ് ഇപ്പോൾ അവിശ്വാസ പ്രമേയത്തിലേക്ക് കടക്കുന്നത്. നിലവിൽ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി K മുഹമ്മദിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. കോൺഗ്രസ് 7, മുസ്ലിം ലീഗ് 2, CPM 7 എന്നിങ്ങനെയാണ് നിലവിലെ കക്ഷിനില. കോൺഗ്രസ് മെമ്പർമാരിൽ 7-ൽ 6 പേരും K മുഹമ്മദ് പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും മാറണമെന്ന ആവശ്യമുന്നയിച്ച് ജില്ലാ നേതൃത്വത്തിന് കത്ത് നൽകിയിരുന്നു. CCTV ന്യൂസ് തൃത്താല. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി പട്ടാമ്പി നഗരസഭയിൽ വിപുലമായ ഒരുക്കം. അടുത്ത ദിവസം മുതൽ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. ഇതിനു മുന്നോടിയായി ബന്ധപ്പെട്ടവരുടെ യോഗം ചേർന്നു. പട്ടാമ്പി നഗരസഭയിൽ മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിനാണ് ആരംഭിക്കുന്നത്. ഇതിന്റെ 2ാം ഘട്ട പ്രവർത്തനങ്ങൾക്കായി വിപുലമായ ഒരുക്കങ്ങൾ നടത്തിക്കഴിഞ്ഞതായി നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി അറിയിച്ചു. പൊതുയിടങ്ങൾ ശുചീകരിക്കും. കോളേജ് പരിസരം, ലിബർട്ടി സ്ട്രീറ്റ് പരിസരം എന്നിവിടങ്ങളിലാണ് ജനകീയ പങ്കാളിത്തത്തോടുകൂടി ശുചീകരണം നടപ്പാക്കുക. മാരത്തോൺ, ചിത്രരചന, മനുഷ്യചങ്ങല ഉൾപ്പെടെയുള്ള പരിപാടികളും ഇതിന്റെ ഭാഗമായി നടത്തുമെന്നും ചെയർപേഴ്സൺ സൂചിപ്പിച്ചു. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ 2ാം ഘട്ടം ഒക്ടോബർ 2-ന് ആരംഭിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് പട്ടാമ്പി നഗരസഭയിൽ വിവിധ പ്രവർത്തനങ്ങളാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. അതിൽ ഇന്ന് നമ്മൾ എല്ലാ രംഗത്തു നിന്നുള്ള ആളുകളെയും വിളിച്ചുകൊണ്ട് വ്യാപാര വ്യവസായ സംഘടന, അതുപോലെ ക്ലബ്ബുകൾ, NSSൻ്റെ കുട്ടികൾ, NSSൻ്റെ ചാർജ് വഹിക്കുന്നവരെ എല്ലാവരെയും വിളിച്ച്, കുടുംബശ്രീ അംഗങ്ങളെ എല്ലാവരും വിളിച്ച് ചേർത്തുകൊണ്ട് ഒരു വിപുലമായ മീറ്റിംഗ് ഇന്ന് നടത്തുകയുണ്ടായിട്ടുണ്ട്. അതിൽ നമ്മൾ വിവിധ പരിപാടികളാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഈ ആഴ്ചയിൽ ഒക്ടോബർ 2
വരേക്ക് ഓരോ ദിവസങ്ങളിലായിട്ട് വിവിധ പരിപാടികൾ നടത്താൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അതിലൊന്നാമതായി ശുചീകരണ പ്രവർത്തനങ്ങൾ, അത് ഒരു സ്ഥലം നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ഒന്ന് കോളേജ് പരിസരം മുതൽ കുമ്പങ്കല്ല് വരെ, രണ്ടാമത് ലിബർട്ടി കമാനത്തിൽ, ആ 2 സ്ഥലങ്ങളിൽ നമ്മൾ ശുചീകരണ പ്രവർത്തനങ്ങൾ, അത് എല്ലാ ആളുകളുടെയും കൂട്ടമായ സഹകരണത്തോടു കൂടി NSSൻ്റെ കുട്ടികളെ എല്ലാവരും വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അതേപോലെ തന്നെ മാരത്തൺ സംഘടിപ്പിച്ചിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളായി മാരത്തൺ, സൈക്ലിങ്, സൈക്കിൾത്തോൺ, അതേപോലെ തന്നെ ചിത്രരചന, വിവിധ പരിപാടികൾ അടക്കം കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ, കൂടാതെ നമ്മൾ ഒരു മനുഷ്യ ചങ്ങല കൂടി സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള വിവിധ പരിപാടികളായിട്ടാണ് നമ്മൾ പട്ടാമ്പി നഗരസഭ വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് വിപുലമായ യോഗം വിളിച്ചു ചേർത്തു. നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടിയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. വിവിധ മേഖലകളിൽ നിന്നുള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു യോഗം വിളിച്ചു ചേർത്തത്. ജനപ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു. ജനകീയ പങ്കാളിത്തത്തോടെയാണ് പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നത്. പൊതുയിടങ്ങൾ ശുചീകരിക്കുന്നതുൾപ്പെടെയുള്ള പരിപാടികളാണ് ശുചിത്വ അവബോധ ക്യാമ്പയിന്റെ ഭാഗമായി നടത്തുന്നതെന്ന് നഗരസഭാ വൈസ് ചെയർമാൻ TP ഷാജിയും വ്യക്തമാക്കി. പട്ടാമ്പി നഗരസഭയെ സംബന്ധിച്ചിടത്തോളം അഭിമാനിക്കാവുന്ന ഒരുപാട് നേട്ടങ്ങളാണ് ഈ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഈ മാലിന്യമുക്ത നവകേരളം എന്ന പദ്ധതിയുടെ 2ാം ഘട്ടം എന്ന നിലയിൽ ഒക്ടോബർ 2 മുതൽ മാർച്ച് 30 വരെ 2ാം ഘട്ട പ്രവർത്തനം സംഘടിപ്പിക്കുകയാണ്. ഈ 2ാം ഘട്ടത്തിൽ ഗവൺമെൻറ് ഏറ്റവും പ്രധാനമായി ഉദ്ദേശിക്കുന്നത് ജനകീയ പങ്കാളിത്തത്തോടു കൂടിയുള്ള നിരവധി പദ്ധതികൾ ആസൂത്രണം ചെയ്ത് ഇത്തരം പദ്ധതികളുടെ ജനങ്ങളെ മൊത്തം ഭാഗവാക്കാക്കുന്നതിന് വേണ്ടിയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നഗരസഭ ഈ യോഗം വിളിച്ചു ചേർത്ത് പട്ടാമ്പി നഗരസഭാ പ്രദേശത്ത് നടക്കുന്ന പ്രവർത്തനങ്ങൾ വലിയ ജനപങ്കാളിത്തത്തോടു കൂടി നടത്താൻ തീരുമാനമെടുത്തിട്ടുണ്ട്. അതിൽ മാസ് ശുചീകരണമുണ്ട്. മാരത്തൺ സംഘടിപ്പിച്ച് ഡേറ്റ് തീരുമാനിച്ചിട്ടുണ്ട്. 29-ാം തീയതി കാലത്ത് 10 മണി മുതൽ മാരത്തോൺ. അതുപോലെ തന്നെ സൈക്കിളത്തോൺ 29-ാം തീയതി തന്നെയാണ്. മനുഷ്യച്ചങ്ങല 27-ാം തീയതി പട്ടാമ്പിയിലെ സന്നദ്ധ സംഘടനകൾ, അതുപോലെ തന്നെ വ്യാപാരി സംഘടനകൾ, എല്ലാ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിലാണ് മനുഷ്യച്ചങ്ങല സംഘടിപ്പിച്ചിട്ടുള്ളത്. ക്വിസ് മത്സരം, ചിത്രരചനാ മത്സരം, അതുപോലെ തന്നെ എല്ലാ സർക്കാർ ഓഫീസുകളും ഒക്ടോബർ 1-ാം തീയതി എല്ലാ സർക്കാർ ഓഫീസുകളോടും അതാത് ഓഫീസുകൾ ശുചീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി ഒരു സെൽഫി പോയിന്റ് പട്ടാമ്പി ബസ് സ്റ്റാൻഡിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു വീഡിയോ പ്രൊമോഷൻ പട്ടാമ്പി നഗരസഭ ഈ മാലിന്യമുക്തവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ പ്രൊമോഷൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ശുചീകരണ തൊഴിലാളികൾക്ക് ഒരു മെഡിക്കൽ ക്യാമ്പ് ഇവിടെ വെച്ച് സംഘടിപ്പിച്ചു. അങ്ങനെ നിരവധിയായ പദ്ധതികളാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ ശുചിത്വ അവബോധ ക്യാമ്പയിന് വളരെ വിപുലമായ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായും നമ്മളെല്ലാവരും ഉദ്ദേശിക്കുന്ന ഒരു മാലിന്യമുക്ത പട്ടാമ്പി അല്ലെങ്കിൽ ഒരു മാലിന്യമുക്ത കേരളം എന്ന രീതിയിലേക്ക് എത്തും. ഈ ലോകത്തെ സീറോ വേസ്റ്റ് ഡേ പ്രഖ്യാപന തീയതിയാണ് മാർച്ച് 30-ാം തീയതി. ആ മാർച്ച് 30-ാം തീയതി കേരളത്തിലും മാലിന്യമുക്ത കേരളം എന്ന ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായി മുന്നോട്ട് പോകാനാണ്. കൊപ്പം തെക്കുമല അൻസാർ നഗർ മർക്കസിന്റെ ആഭിമുഖ്യത്തിൽ മിലാദ് റാലി സംഘടിപ്പിച്ചു. നിരവധി പേർ റാലിയിൽ അണിനിരന്നു. കൊപ്പം തെക്കുമല അൻസാർ നഗർ മർക്കസിന്റെ നേതൃത്വത്തിൽ മിലാദ് റാലി വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു. മർക്കസ് പ്രസിഡന്റ് മൊയ്തീൻകുട്ടി മുസ്ലിയാർ പതാക ഉയർത്തിയോടെ റാലി ആരംഭിച്ചു. മർക്കസിലെ 140ഓളം വരുന്ന മുത്തലിങ്ങളും മദ്രസ വിദ്യാർത്ഥികളും പണ്ഡിതരും റാലിയിൽ അണിനിരന്നു. മദ്രസ വിദ്യാർത്ഥികളുടെ ദഫ് പ്രോഗ്രാമും റാലിക്ക് അകമ്പടിയേകി. റാലിക്ക് മർക്കസ് പ്രിൻസിപ്പൽ അബ്ദുൾ റഷീദ് ബാക്കവി, അബ്ദുൽ ഹക്കീം ഹക്സിനി, മൊയ്തീൻകുട്ടി മുസ്ലിയാർ, സുലൈമാൻ സക്കാഫി, അബൂബക്കർ സക്കാഫി, ബഷീർ റഹ്മാനി, മുഹമ്മദ് അലി കുദ്ബി, കരീം ഫാലിലി, റസാഖ് സക്കാഫി എന്നിവർ നേതൃത്വം നൽകി.
ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ കോതമംഗലം തീർത്ഥാടന വിളംബര ഘോഷയാത്രയ്ക്ക് സ്വീകരണം നൽകി. പാലക്കാട് ജില്ലാ അതിർത്തിയിൽ ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടെ ഘോഷയാത്രയെ പള്ളിയിലേക്ക് ആനയിച്ചു. കോതമംഗലം പള്ളി സഹവികാരി ഫാദർ ബിജു കാവാട്ട്, ട്രസ്റ്റി ഏലിയാസ് കീരംപ്ലായിൽ, കൺവീനർമാരായ കുര്യാക്കോസ് പുല്ലാനിക്കാടൻ, എൽദോ ആനച്ചിറ, വിൽസൺ പാറയ്ക്കൽ, എൽദോ പാലാൻ, ഷിബു പഴിക്കാളി, എൽദോസ് കൊടിയൻകുന്നേൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് വിളംബര ഘോഷയാത്ര എത്തിയത്. ഇടവക വികാരി ഫാദർ ബിജു മുങ്ങാങ്കുന്നേൽ, ട്രസ്റ്റി സിയു ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ്, തൃശൂർ ഭദ്രാസന കൗൺസിൽ അംഗം സിയു രാജൻ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, വിശ്വാസികൾ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. രഥത്തിൽ ഹാരാർപ്പണവും നടത്തി. പരിശുദ്ധ എൽദോ മോർ ബസേലിയോസ് ബാവയുടെ തിരുശേഷിപ്പ് സ്ഥാപിച്ച ഇടവകയിൽ ഒക്ടോബർ 5, 6 തീയതികളിൽ ഓർമ്മ പെരുന്നാൾ ആചരിക്കും. സ്വീകരണത്തിന് ഇടവക വികാരി ഫാദർ ബിജു മുങ്ങാക്കുന്നേൽ, ട്രസ്റ്റി സിയു ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. കപ്പൂർ ജനതാ ഗ്രന്ഥശാലയുടെ വാർഷികാഘോഷവും ജനറൽ ബോഡി യോഗവും നടത്തി. കപ്പൂർ മാരായംകുന്ന് KAMA-LP സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ച പരിപാടിയിൽ കപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷറഫുദ്ദീൻ കളത്തിൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രന്ഥശാല ഇല്ലാത്ത വാർഡുകളിലെ അംഗനവാടികൾ കേന്ദ്രീകരിച്ച് ഗ്രന്ഥശാല ആരംഭിക്കാൻ പദ്ധതിയുണ്ടെന്ന് ഷറഫുദ്ദീൻ കളത്തിൽ പറഞ്ഞു. അക്ഷരജാലകം PN പണിക്കർ പുരസ്കാരം ലഭിച്ച ഷറഫുദ്ദീൻ കളത്തിലിനെ ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗവും ഗ്രന്ഥശാല സെക്രട്ടറിയുമായ ഷാനിബ ടീച്ചർ പൊന്നാടയണിയിച്ച് ആദരിച്ചു. വായനശാല പ്രസിഡന്റ് CV അബൂബക്കറിന്റെ അധ്യക്ഷതയിൽ സെക്രട്ടറി ഷാനിബ ടീച്ചർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കേരള നിയമസഭ പാസാക്കിയ കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ ആക്ട് ആൻഡ് റൂൾ അനുസരിച്ച് KSLC നിയമാവലി ഭേദഗതി യോഗം അംഗീകരിച്ചു. വായനശാല അംഗങ്ങളായ അലി കുമരനെല്ലൂർ, യൂനുസ്, രഞ്ജിത്ത്, ലൈബ്രറിയൻ സുധി പന്നേങ്കാവിൽ തുടങ്ങിയവർ സംബന്ധിച്ചു. വാർഡ് മെമ്പർ സൽമ ടീച്ചർ സ്വാഗതവും വായനശാല എക്സിക്യൂട്ടീവ് അംഗം മനോജ് പുലാശ്ശേരി നന്ദിയും പറഞ്ഞു. തുടർന്ന് ഇടയ്ക്കയിൽ സുജിത് കോട്ടോലിന്റെ പ്രകടനവും ഉണ്ടായി. പറ്റുകയാണെങ്കിൽ 2025 പദ്ധതി പൂർത്തീകരിക്കുന്നതോട് കൂടിയിട്ട് വായനശാലകളില്ലാത്ത പ്രദേശങ്ങളിൽ ഒരു അംഗനവാടി കേന്ദ്രീകരിച്ചു. പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെ സ്ഥലം തന്നെയാണ്. കാരണം അധിക അംഗനവാടികളും 3 സെന്റോ 4 സെന്റോ സ്ഥലത്താണ് കിടക്കുന്നത്. അപ്പോൾ അവിടെ ഒരു വായനശാല കൂടി വേണമെങ്കിൽ പ്രയാസകരമാണ്. അപ്പോൾ മേലെ ഷീറ്റ് വർക്കോ അല്ലെങ്കിൽ CCTV ന്യൂസ് തൃത്താല. പോസ്റ്റ് മാസ്റ്ററായി സേവനമനുഷ്ഠിച്ച് തെക്കേ വാവന്നൂർ പോസ്റ്റ് ഓഫീസിൽ നിന്നും 26 വർഷത്തെ സേവനത്തിനു ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന നാണിക്കുട്ടിക്ക് യാത്രയയപ്പ് നൽകി. വാവന്നൂർ ദേശ കൂട്ടായ്മയുടെ നേതൃത്വത്തിലായിരുന്നു സ്നേഹസംഗമം എന്ന പേരിൽ യാത്രയയപ്പ് പരിപാടി സംഘടിപ്പിച്ചത്. നാഗലശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂൾ അങ്കണത്തിൽ നടന്ന പരിപാടി പട്ടാമ്പി താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം P. സുധ ഉദ്ഘാടനം ചെയ്തു. നാട്ടുകാർ, ദേശ കൂട്ടായ്മ പ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നാട്യകലാ സാർവഭൗമൻ ഗുരു പൈങ്കുളം രാമചാക്യരുടെ അനുസ്മരണ യോഗം പാഞ്ഞാൾ ഗ്രാമീണ വായനശാലയിൽ നടന്നു. പാഞ്ഞാൾ ഗ്രാമീണ വായനശാലയുടെയും കൂടിയാട്ട കലാകാരന്മാരുടെയും സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ജൂലൈ 31 തീയതിയായിരുന്നു പൈങ്കുളം രാമചാക്യരുടെ 44ാം ചരമദിനം. രാമചാക്യരുടെ ഛായാചിത്രത്തിനു മുന്നിൽ കലാമണ്ഡലം രാമചാക്യാർ, കലാമണ്ഡലം ഗിരിജാദേവി, പൈങ്കുളം നാരായണ ചാക്യാർ എന്നിവർ ഭദ്രദീപം തെളിച്ചാണ് ചടങ്ങിന് ആരംഭം കുറിച്ചത്. പ്രൊഫസർ CM നീലകണ്ഠൻ അനുസ്മരണ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. രമേശൻ നമ്പീശൻ അധ്യക്ഷനായിരുന്നു. രാമചാക്യാർ സ്മൃതി പ്രഭാഷണം KB രാജാനന്ദ് നിർവഹിച്ചു. കലാമണ്ഡലം രാജീവ്, കൃഷ്ണകുമാർ, കനകകുമാർ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. പാഞ്ഞാൾ ദേവസ്വം മാനേജർ നെല്ലിക്കാട്ട് നീലകണ്ഠൻ നമ്പൂതിരി, വായനശാല പ്രസിഡന്റ് വിജയാനന്ദ്, PN ശ്രീരാമൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ചടങ്ങിൽ പങ്കെടുത്ത ഗുരുസ്ഥാനീയരെയും വിശിഷ്ട വ്യക്തികളെയും കഥകളി ക്ലബിന്റെ സുവർണ ജൂബിലി മുദ്രണം നൽകി ആദരിച്ചു. കൂടിയാട്ട കുലപതിയുടെ അനുസ്മരണ യോഗത്തോടനുബന്ധിച്ച് കൂടിയാട്ടത്തിലെ ആചാര്യന്മാരും സാംസ്കാരിക പ്രമുഖരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ബന്ധപ്പെട്ട് ആയി എന്നുള്ളത് ഇരിങ്ങാലക്കുട കഥകളി ക്ലബിന് എന്തുകൊണ്ടും സന്തോഷവും ചാരിതാർത്ഥ്യവുമുണ്ട്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ 44ാം ചരമവാർഷികമായിരുന്നു ജൂലൈ 31. ആ ജൂലൈ 31 അനുബന്ധിച്ച് അതിന് മുമ്പത്തെ ഞായറാഴ്ചയോ പിന്നത്തെ ഞായറാഴ്ചയോ എന്ന് പറഞ്ഞ് ആഗസ്റ്റ് 4 തീയതി നിശ്ചയിക്കുകയും വയനാട് ദുരന്തത്തെ തുടർന്ന് നമ്മൾ മാറ്റിവെക്കേണ്ട ഒരു സ്ഥിതിവിശേഷം വരികയുമാണ് ഉണ്ടായത്. എന്തായാലും ഒരു 75 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം തുടങ്ങിവെച്ച വളരെ ചരിത്ര പ്രാധാന്യമായ ഒരു സംഭവത്തെ തുടർന്ന് അത് വളരെ വിപുലമായി അവിടെ ഇന്നലെ യൂണിവേഴ്സിറ്റി തലത്തിലൊക്കെ ഞങ്ങൾ ഔട്ട്റീച്ച് പ്രോഗ്രാം, എക്സ്റ്റൻഷൻ ലെക്ചേഴ്സ് ഒക്കെ പറയും. ഇതിങ്ങനെ പല സ്ഥലത്ത് യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ ആ കേന്ദ്രത്തിൽ മാത്രം സെൻറ്റർ ചെയ്യാണ്ട്
ഈ വിജ്ഞാനങ്ങൾ, അറിവുകൾ എല്ലാ സ്ഥലത്തും എത്തിക്കാൻ വേണ്ടി, ഡിസെമിനേറ്റ് ചെയ്യാൻ വേണ്ടി പല കേന്ദ്രങ്ങളിൽ, അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഓരോ സ്ഥലത്ത് പോയി കോർഡിനേറ്റ് ചെയ്ത് അവിടെ ചെന്ന് അത് പരിപാടി നടത്താം. അത്തരം ഒരു പരിപാടി CCTV ന്യൂസ് തളി. പെരിങ്ങണ്ണൂർ സദാശിവ മാധവ സേവാ ട്രസ്റ്റ് സദാശിവ മാധവ ബാലസദനം 14ാം വാർഷികവും ഓണാഘോഷവും നടന്നു. സദാശിവ മാധവ ബാലസദനത്തിൽ നടന്ന ചടങ്ങ് സുപ്രസിദ്ധ താരദമ്പതികളായ GP എന്ന ഗോവിന്ദ് പത്മസൂര്യ, ഭാര്യ ഗോപിക അനിൽ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. 14 വർഷമായി തൃത്താല ബ്ലോക്ക് പരിധിയിൽ സമാജ പരിവർത്തനത്തിനുതകുന്ന സേവാകാര്യങ്ങൾ നടത്തിവരുന്ന സദാശിവ മാധവ സേവാ ട്രസ്റ്റ് 2010 തിരുമിറ്റക്കോട് പഞ്ചായത്തിലെ പെരിങ്ങന്നൂരിൽ നിരാലംബരായ ആൺകുട്ടികളെ സംരക്ഷിച്ച് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തുന്നതിനായി സദാശിവ മാധവ ബാലസദനവും സ്ഥാപിച്ചിട്ടുണ്ട്. കൂറ്റനാട് കേന്ദ്രീകരിച്ചുള്ള ആംബുലൻസ് സേവനം, സേവാഭാരതി പാലിയേറ്റീവ് കെയർ എന്നിവ നിരവധി പേരുടെ ആശ്രയ കേന്ദ്രമാണ്. തൃത്താല, നാഗലശ്ശേരി, തിരുമിറ്റക്കോട് പഞ്ചായത്തുകളിൽ 300-ലധികം വീടുകളിൽ മാസത്തിൽ 1-ലധികം തവണ സേവാഭാരതി പാലിയേറ്റീവ് കെയറിന്റെ സാന്ത്വന സ്പർശം എത്തുന്നുണ്ട്. ബാലസദനം കേന്ദ്രീകരിച്ച് യോഗ പരിശീലനം, കൌൺസിലിംഗ് ക്ലാസുകൾ, മെഡിക്കൽ ക്യാമ്പുകൾ, പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ എന്നിവയും വർഷങ്ങളായി നടത്തിവരുന്നുണ്ട്. കൂടാതെ വയോജനങ്ങൾക്കു വേണ്ടിയുള്ള സംരക്ഷണ കേന്ദ്രത്തിന്റെ ആദ്യഘട്ട നിർമ്മാണവും പൂർത്തിയായിട്ടുണ്ട്. വാർഷികാഘോഷ ചടങ്ങിൽ ട്രസ്റ്റ് ചെയർമാനും ബാലവികാസ കേന്ദ്ര സമന്വയ സമിതി കേരളം സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അംഗവുമായ അഡ്വക്കേറ്റ് K. പീതാംബരൻ അധ്യക്ഷത വഹിച്ചു. ട്രസ്റ്റ് സെക്രട്ടറി K. അരവിന്ദാക്ഷൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കുടംകുളം ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ റിട്ടയേർഡ് ടെക്നിക്കൽ സർവീസ് സൂപ്രണ്ട് C. കൃഷ്ണൻ വിശിഷ്ടാതിഥിയായി. ദേശീയ സേവാഭാരതി സംസ്ഥാന സംഘടനാ സെക്രട്ടറി K. V. രാജീവ സന്ദേശം നൽകി. ചടങ്ങിൽ വിശിഷ്ട വ്യക്തിത്വങ്ങളെ ആദരിച്ചു. ട്രസ്റ്റ് അംഗവും സേവാഭാരതി പാലിയേറ്റീവ് കെയർ സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് K. V. മനോജ് സ്വാഗതവും ട്രസ്റ്റ് അംഗം K. പീതാംബരൻ നന്ദിയും പറഞ്ഞു. അപ്പോൾ ഈ ഒരു ആഘോഷത്തിന്റെ ഇടയിലേക്ക് വന്നു ചേരാൻ സാധിച്ച്, ഇത്രയും ആളുകളുടെ സന്തോഷം നേരിട്ട് കാണാൻ സാധിച്ച്, നിങ്ങളുടെ മനസ്സിൽ അതേ ഒരു സന്തോഷം ഉണ്ടാവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം തോന്നുന്നു. എന്തായാലും നിങ്ങളുടെ ഈ ഒരു ആഘോഷത്തിന്റെ ഭാഗമാവാൻ ഞങ്ങളെ ഓർത്ത് ക്ഷണിച്ചതിൽ ഒരുപാട് നന്ദി. ഇനിയും ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ. നിങ്ങളെ കൊണ്ടാവുന്ന രീതിയിലുള്ള എല്ലാ സപ്പോർട്ടും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ട്. എന്തായാലും ഈ ഒരു സംരംഭം എല്ലാ രീതിയിലും വളരട്ടെ. ഒരുപാട് 10,000 കൊണ്ട് നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാം. അത് ഇങ്ങനെ ഒരു നല്ലൊരു കാരുണ്യ പ്രവൃത്തിയായിട്ട് ചെയ്തു തുടങ്ങാമെന്ന് ആലോചിച്ചവർക്ക് എൻ്റെ വലിയൊരു അഭിനന്ദനങ്ങൾ. കാരണം ഈ കാലത്ത് 10,000 എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷെ ആ ഒരു 10,000-ൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത്രയും കുട്ടികൾക്ക് ഇത്രയും നല്ലൊരു ലൈഫ് കൊടുക്കാൻ പറ്റിയതിൽ അവർക്ക് എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും. നല്ലൊരു പുണ്യപ്രവൃത്തിയാണ്. CCTV ന്യൂസ് തളി. വ്യാപാരികൾക്കായി ബിസിനസ് ട്രെയിനിംഗ് പ്രോഗ്രാം സംഘടിപ്പിക്കുന്നു. ഈ മാസം 25-ന് വാണിയംകുളത്ത് വെച്ചാണ് പ്രോഗ്രാം ഒരുക്കിയിരിക്കുന്നതെന്ന് സംഘാടകർ പട്ടാമ്പിയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. JCI പട്ടാമ്പി കൊപ്പം ചാപ്റ്ററിന്റെയും വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി മണ്ഡല കമ്മിറ്റിയുടെയും നേതൃത്വത്തിലാണ് വ്യാപാരികൾക്കായി ബിസിനസ് ട്രെയിനിംഗ് പ്രോഗ്രാം നടത്തുന്നത്. ബുധനാഴ്ച രാവിലെ 8:30 മുതൽ വൈകുന്നേരം 5 മണി വരെ വാണിയംകുളം സഹ്യ റീജൻസിൽ വെച്ചാണ് പരിശീലന പരിപാടി നൽകുന്നതെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇന്റർനാഷണൽ ട്രെയിനർ അഡ്വക്കേറ്റ് വാമൻകുമാർ പരിശീലന ക്ലാസിന് നേതൃത്വം നൽകും. JCI പട്ടാമ്പിയും JCI കൊപ്പം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി മണ്ഡല കമ്മിറ്റി 3 ഓർഗനൈസേഷനുകൾ കൂടെ സംയുക്തമായിട്ട് പട്ടാമ്പിയിലെയും പരിസര പ്രദേശങ്ങളിലെയും കച്ചവടക്കാരെ ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു ബിസിനസ് ട്രെയിനിങ് പ്രോഗ്രാം ബിസ്ഗ്രോ 2024 എന്ന പേരിട്ടിട്ട് പ്രോഗ്രാം നടത്തുകയാണ്. 25-ാം തീയതി രാവിലെ 9 മണി മുതലാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. വാണിയംകുളത്തുള്ള 3 സ്റ്റാർ ഹോട്ടലായിട്ടുള്ള സഹ്യ റീജൻസിയിൽ വെച്ചിട്ടാണ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. ലോകപ്രശസ്തനായിട്ടുള്ള ട്രെയിനർ അഡ്വക്കേറ്റ് വാമൻകുമാറാണ് മുഖ്യ പരിശീലകനായിട്ട് എത്തുന്നത്. അതിനുശേഷമുള്ള സെഷനിൽ KVVSൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻറ്റ് ബാബു കോട്ടയിൽ ക്രൈസിസ് മാനേജ്മെൻറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു സെഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ ബിസിനസ് ടൈക്കൂണുകളായിട്ടുള്ള ഡോക്ടർ പി കൃഷ്ണദാസ്, അതുപോലെ തന്നെ മൗസി ഗ്രൂപ്പിൻ്റെ MD അസർ മൗസി, നെല്ലറ ശംസുദ്ദീൻ തുടങ്ങി നിരവധി ആളുകളുടെ ഒരു ഇൻട്രാക്ഷൻ സെഷൻ കൂടെ നമ്മൾ അതിൽ ഉദ്ദേശിച്ചിട്ടുണ്ട്. രാവിലെ മുതൽ വൈകുന്നേരം വരെ നിൽക്കുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ്. കച്ചവടക്കാരുടെ
ഒരു സ്റ്റേജ് അല്ലെങ്കിൽ അവരുടെ ഒരു ലെവൽ ഉയർത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് വളരെ ചുരുക്കം ചില സീറ്റുകൾക്ക് മാത്രം ചുരുങ്ങിയ സീറ്റുകളാണ് നമ്മളതിൽ വെച്ചിട്ടുള്ളൂ. അതുകൊണ്ട് പരമാവധി ആളുകളെ അതിൽ പങ്കെടുപ്പിക്കാനുള്ളൊരു ഇതിൻ്റെ പ്രചരണമായിട്ടാണ് നമ്മൾ ഈ മൗസി ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ അഷ്കർ മൗസി, നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ പി കെ കൃഷ്ണദാസ്, വ്യാപാരി വ്യവസായ സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാബു കോട്ടയിൽ തുടങ്ങി ബിസിനസ് മേഖലയിലെ പ്രമുഖരും പരിശീലന പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ചെറുകിട വ്യാപാരികളുടെ ഉന്നമനം ലക്ഷ്യമിട്ടാണ് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഇവിടെ നമുക്കൊക്കെ അറിയാം, വലിയ സംരംഭങ്ങൾ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ചെറിയ കച്ചവടക്കാരൊക്കെ മാഞ്ഞു പോകുന്നൊരു സാഹചര്യം. ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല. ഉദ്ഘാടനം ഗംഭീരമായി നടക്കും, തിരിച്ചു പോകുന്നത് ആരും അറിയില്ല. ഈ സ്വഭാവത്തിൽ നിന്നും ഒരു മാറ്റം വരുത്തുന്നതിനും അതിനാവശ്യമായിട്ടുള്ള മോട്ടിവേഷൻ, അതിൻ്റെ സാഹചര്യങ്ങൾ അതെന്തുകൊണ്ടുണ്ടായി എന്നുള്ളതാണ് ഈ ക്യാമ്പിൽ ഉദ്ദേശിക്കുന്നത്. JCI എന്ന കച്ചവടക്കാരുടെ യുവജന സംഘടന ഈ കാര്യത്തിൽ ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വ്യാപാരി വ്യവസായം ഒന്നിച്ചുകൊണ്ട് ഇത്തരത്തിൽ പട്ടാമ്പി മേഖലയിലെ പട്ടാമ്പി നിയോജക മണ്ഡലത്തിലെ 16 യൂണിറ്റുകളാണ് ഏകോപന സമിതിക്കുള്ളത്. 3600ഓളം കച്ചവടക്കാർ അതിൻ്റെ കീഴിലുണ്ട്. ഇവരിൽ നിന്നും 150 പേരെ മാത്രമാണ് നമ്മൾ ഈ പരിപാടിയിൽ ഉൾക്കൊള്ളിക്കുന്നത്. അതിൻ്റെ കാരണം ഉൾക്കൊള്ളിക്കുന്ന ആളുകൾ ഇതിൻ്റെ ലീഡർഷിപ്പുള്ള ആളുകൾ ആയിരിക്കണം. വാർത്താ സമ്മേളനത്തിൽ JCI പട്ടാമ്പി പ്രസിഡന്റ് P അബ്ദുൾ റഫീഖ്, JCI കൊപ്പം പ്രസിഡന്റ് ഷിഹാബ് ഷിബു, വ്യാപാരി വ്യവസായ സമിതി പട്ടാമ്പി മണ്ഡലം പ്രസിഡന്റ് KP റസാഖ്, കോർഡിനേറ്റർമാരായ അൻസാർ, DT മുസ്തഫ എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. ഇന്നിൻ്റെ സാഹചര്യത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ കച്ചവടക്കാർ നേരിടുന്നുണ്ട്. വൻകിട വ്യാപാരികളുടെ അടുത്ത് മത്സരിച്ച് പിടിച്ചു നിൽക്കുവാനുള്ള ബുദ്ധിമുട്ട്, ഒരുപാട് പുതിയ പ്ലാറ്റ്ഫോമുകൾ ഉയർന്നു വരുന്നുണ്ട്. ഓൺലൈൻ വ്യാപാരം പോലത്തെ, ഡയറക്റ്റ് സെല്ലിംഗ് പോലത്തെ, നാളിതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരുപാട് മത്സരം മുറുകുമ്പോൾ ആ മത്സരത്തിൽ ട്രഡീഷണൽ പാരമ്പര്യ കച്ചവടക്കാരായ നമ്മൾക്ക് എങ്ങനെ പിടിച്ചു നിൽക്കാമെന്നും പുതിയ കാലഘട്ടത്തിനനുസരിച്ച് എങ്ങനെ നമ്മുടെ വ്യാപാരത്തെ മാറ്റിമറിക്കാമെന്നുമുള്ള ഒരു ആശയം, അതല്ലെങ്കിൽ അത് ഒരു അത്യാവശ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള പരിപാടി സംഘടിപ്പിക്കുന്നത്. ദേശമംഗലത്ത് പലയിടങ്ങളിലും അറവു മാലിന്യങ്ങൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. ദേശമംഗലം മനപ്പടി കൂട്ടുപാത സെന്ററിലെ ദേശമംഗലം പാതയോരത്തുമാണ് മാലിന്യം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടത്. മാലിന്യമുക്ത കേരളത്തെ സൃഷ്ടിക്കാൻ ഭരണാധികാരികളും മറ്റും പരിശ്രമിക്കുമ്പോഴാണ് മറുഭാഗത്ത് സാമൂഹ്യ വിരുദ്ധർ മാലിന്യ കൂമ്പാരങ്ങൾ നിക്ഷേപിക്കുന്നത്. ഇത്തരം പ്രവൃത്തി ചെയ്യുന്നവരെ കണ്ടെത്തി നിയമ നടപടി സ്വീകരിക്കുമെന്ന് ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ജയരാജ് പറഞ്ഞു. അടുത്ത കാലത്തായി ദേശമംഗലത്തും പരിസര പ്രദേശങ്ങളിലും നായ്ക്കളുടെ ശല്യവും രൂക്ഷമാണ്. രാത്രി സമയത്തും രാവിലെയും യാത്ര ചെയ്യുന്നവരും പ്രഭാത സവാരിക്കിറങ്ങുന്നവരും മദ്രസ വിദ്യാർത്ഥികളുമാണ് ഇതുമൂലം ബുദ്ധിമുട്ടുന്നത്. തൃശൂർ ഭദ്രാസന കലോത്സവത്തിൽ ചാലിശ്ശേരി യാക്കോബായ സുറിയാനി പള്ളിക്ക് 3ാം സ്ഥാനം. വിദ്യാർത്ഥികളെ ഇടവക അനുമോദിച്ചു. വാൽക്കുളമ്പ് സെന്റ് തോമസ് യാക്കോബായ പള്ളിയിൽ ശനിയാഴ്ച നടന്ന ഭദ്രാസന കലോത്സവ മത്സരത്തിലാണ് ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിക്ക് കീഴിലുള്ള MPPM സൺഡേ സ്കൂൾ 3ാം സ്ഥാനം നേടിയത്. ജൂനിയർ വിഭാഗത്തിൽ വ്യക്തിഗത ചാമ്പ്യനായി ലെനാമറിയ സിജോയെ തിരഞ്ഞെടുത്തു. ജൂനിയർ വിഭാഗം ബൈബിൾ ടെസ്റ്റിൽ ലെനാമറിയ 1ാം സ്ഥാനം നേടി. ആരാധനാഗീതം സുറിയാനി 1ാം സ്ഥാനവും ആരാധനാഗീതം മലയാളം 2ാം സ്ഥാനവും ആഗ്നസ് കെ എഡിസൺ, അലീന കെ ലജു, ലെനാമറിയ സിജോ എന്നിവരടങ്ങിയ സംഘം സ്വന്തമാക്കി. ജൂനിയർ തങ്കവാക്യത്തിൽ ജുവൽ ജിജോ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. സീനിയർ വിഭാഗത്തിൽ ബൈബിൾ ടെസ്റ്റിൽ മെറിൻ PSB 2ാം സ്ഥാനവും നേടി. ഭദ്രാസന കലോത്സവത്തിൽ കുന്നംകുളം മേഖല 4ാം സ്ഥാനവും ജൂനിയർ വിഭാഗത്തിൽ 1ാം സ്ഥാനവും കരസ്ഥമാക്കിയത് ഇരട്ടി മധുരമായി. 95 വർഷത്തിന്റെ നിറവിൽ നിൽക്കുന്ന MPPM സൺഡേ സ്കൂളിനു ലഭിച്ച നേട്ടം ഇടവകയ്ക്ക് അഭിമാനവും ആഹ്ലാദവുമായെന്ന് അനുമോദനയോഗം വിലയിരുത്തി. ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്കു ശേഷം വികാരി ഫാദർ ബിജു മുങ്ങാങ്കുന്നേൽ വിദ്യാർത്ഥികൾക്ക് ഉപഹാരം നൽകി. ട്രസ്റ്റി CU സലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ്, കുന്നംകുളം ഡിസ്ട്രിക്ട് ഇൻസ്പെക്ടർ KC ആന്റണി, സൺഡേ സ്കൂൾ പ്രധാനാധ്യാപിക ഷീന മിൽട്ടൺ എന്നിവർ സംസാരിച്ചു. ജമാഅത്തെ ഇസ്ലാമി ചെറുതുരുത്തി ഘടകത്തിന്റെ നേതൃത്വത്തിൽ ഓണം സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു. JBR ഹാളിൽ നടന്ന പരിപാടി ജമാഅത്തെ ഇസ്ലാമി ചെറുതുരുത്തി ഘടകം പ്രസിഡന്റ് മുഹമ്മദ് കുട്ടി വെട്ടിക്കാട്ടിരി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് PM അലി അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് പ്രധാന അധ്യാപകൻ നീലാംബരൻ, ഇളയത് വായനശാല സെക്രട്ടറി മോഹൻദാസ്, പുതുശ്ശേരി പാടശേഖര സമിതി അംഗം രാജഗോപാലൻ, ദേശമംഗലം പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് PS ലക്ഷ്മണൻ, സാജൻ മാത്യു, വിവിധ രാഷ്ട്രീയ നേതാക്കളായ മുഹമ്മദ് ഇക്ബാൽ, അബ്ദുൽ കരീം, അഡ്വക്കേറ്റ് സുമോദ്, രതീഷ്, സുലൈമാൻ MB, രാമചന്ദ്രൻ, MM മൊയ്തുണ്ണി, ഹാമിദ്
റൺതീസി, KM മനോജ്, ആന്റണി എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി സക്കീർ സ്വാഗതവും മുഹമ്മദ് കുട്ടി മാസ്റ്റർ ചെറുതുരുത്തി നന്ദിയും പറഞ്ഞു. ഇതോടെ നിലവര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.